സണ്ണി ജോസഫിനോട് മാധ്യമങ്ങൾ ചോദിച്ചു, എം മണി അങ്ങ് ഇടുക്കിയിൽ നിന്ന് പറയുന്നതേ ഉണ്ടല്ലോ, സ്ഥിരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കറണ്ട് കട്ട് വിഷയത്തിൽ. കറണ്ട് വാങ്ങണം, വൈദ്യുതിയെ കൃത്യമായി പ്ലാൻ ചെയ്യാൻ സാധിക്കണം, ഇങ്ങനെ പലതരത്തിലുള്ള കമന്റുകളാണല്ലോ ഇന്ന്. സണ്ണി ജോസഫ് പുച്ഛച്ചിരിയോടെ പറയാണ്, എം മണി എന്നേക്കാൾ എത്രയോ ഉയർന്നയാളാണ്, എം മണിയെ ശിഷ്യപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. സണ്ണി ജോസഫ്, ഇനിയും ഒരുപാട് ജനിക്കണം താങ്കൾ. എം മണിയെ പോലെ ഒരു നേതാവിനെ ശിഷ്യപ്പെടണമെങ്കിൽ സാധിക്കുകയില്ല. ആഗ്രഹിച്ചാൽ, അഭിനയിച്ചാൽ, നിങ്ങൾ വേണമെന്ന് വിചാരിച്ചാൽ പോലും നടക്കാത്ത കാര്യം. കാരണം ഒരു മലയോര കർഷകനായി വളർന്നു വന്ന് പാർട്ടിയിൽ പ്രവർത്തിച്ച് കൃത്യമായി ഗ്രാജ്വലി ഓർഗാനിക് ഗ്രോത്ത് എടുത്ത് പടിപടിയായി ഉയർന്നു വന്ന എം മണി എന്ന മണിയാശാൻ ഇന്നും ഇടുക്കിയുടെ കേരളത്തിന്റെ CPM ഇടതുപക്ഷത്തിന്റെ ശബ്ദമായി പച്ച മണ്ണിൽ നിന്ന് രാഷ്ട്രീയം പറയുന്ന മണിയാശാൻ, ആ മണിയാശാൻ വൈദ്യുതി മന്ത്രിയായിരുന്ന വർഷങ്ങൾ അതിനു മുൻപും പിൻപും എന്നുള്ള രീതിയിൽ ഏടുകളിൽ രേഖപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ പോലും സംശയമില്ല. കറണ്ട് കെട്ടെന്ന് പറയുന്ന ഒരു കാര്യം പോലും ഇല്ലാതെ വൈദ്യുതിയെ സർവത്രവൽക്കരിക്കണം, വൈദ്യുതി എല്ലാവരുടെയും ധാർമ്മികമായ ബേസിക് ആയിട്ടുള്ള അവകാശമാണെന്ന പ്രഖ്യാപനവുമായി മണിയാശാൻ ഇങ്ങനെ മുന്നിൽ നിന്ന് ആ വകുപ്പിനെ നയിച്ചപ്പോൾ എത്രയോ വലിയ ഉദ്യോഗസ്ഥർ, എത്രയോ വലിയ കാര്യങ്ങളാണ് കൃത്യമായി ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് എന്നുള്ളതാണ്. അത്ഭുതമായിരുന്നു എം മണി വൈദ്യുതി മന്ത്രിയായി. അത്ഭുതം, ഒരു സംശയവും വേണ്ട. നിങ്ങൾ കേറിയ അന്നു മുതൽ വൈദ്യുതി വകുപ്പ് ഒരു ട്രോളിനുള്ള വകുപ്പായി സർക്കാരിന്റെ മുന്നിൽ എന്നും ചോദ്യചിഹ്നമായി നിൽക്കുന്നു. എന്തിനേറെ അവധി കിട്ടിയ കുട്ടികൾ പോലും പറഞ്ഞില്ലേ സണ്ണി ജോസഫ്, മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി ഫൈനൽ കാണാൻ അവധി തന്നിട്ട് കാര്യമില്ല. ഇതിന്റെ ഒരു യഥാർത്ഥ സംഭവം കിടക്കുന്നത് സണ്ണി ജോസഫ് എന്ന വൈദ്യുതി മന്ത്രി കൂടി കനിയാതെ ഒരു കാരണവശാലും 100% ഉറപ്പിച്ച് ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ ഫൈനൽ കാണാൻ ഞങ്ങൾക്ക് കാത്തിരിക്കാനാവില്ല കോൺഫിഡൻസോട് കൂടി എന്ന് സോഷ്യൽ മീഡിയയിൽ, മാധ്യമങ്ങളിൽ ട്രോളുകൾക്ക് ഇരയായി പോയൊരു വൈദ്യുതി മന്ത്രി എന്നിട്ട് വന്ന് വലിയ പുച്ഛഭാവത്തോടെ ആരോ വലിയ ആളാണ് താങ്കൾ എന്നുള്ള വിചാരത്തോടു കൂടി ഇങ്ങനെ പറയുകയാണ്. അഭിനയിക്കാനും കോപ്പി ചെയ്യാനും അതുപോലെയൊക്കെ ആകാനും വേണ്ട ഒരു ബേസിക് കഴിവ് സണ്ണി ജോസഫിന് സാധിക്കില്ല. ഈ കേരളം കണ്ട ഏറ്റവും കഴിവുകെട്ട വകുപ്പായി വൈദ്യുതിയെ മാറ്റുന്നതിന് ഏറ്റവും കൂടുതൽ കാരണമായി പിന്നാമ്പുറങ്ങളിൽ രാഷ്ട്രീയ കേരളം ഏടുകളിൽ രേഖപ്പെടുത്താൻ പോകുന്നത് സണ്ണി ജോസഫ് എന്ന മന്ത്രി. എന്തുകൊണ്ടാണ് ജോയിൻ ചെയ്ത് 60 ദിവസം കൊണ്ട് ഇത്രമേൽ സണ്ണി ജോസഫിനെതിരെ കടന്നാക്രമിക്കുന്നത് എന്നല്ലേ? സണ്ണി ജോസഫ് മന്ത്രിയായി അധികാരമേറ്റ ആദ്യ സമയത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വൈദ്യുതി വകുപ്പ് അങ്ങനെ വലിയ രീതിയിൽ എല്ലാം കൊണ്ടും ഒരു സ്വയം പര്യാപ്തതയിൽ എത്തി നിൽക്കുകയൊന്നുമല്ല, അതിനിനിയും നമ്മൾ മുറുക്കിയെടുത്ത് പോകേണ്ടി വരും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ജനങ്ങൾ സഹകരിക്കണമെന്ന് പറഞ്ഞു വെച്ചു. കേറിയ അന്ന് ആദ്യം മൈക്ക് മാധ്യമങ്ങൾ സണ്ണി ജോസഫിന് നേരെ നീട്ടിയപ്പോൾ ഒരു ശുഭാപ്തി വിശ്വാസത്തിന്റെ, ഒരു പോസിറ്റീവ് വൈബിന്റെ ഒന്നും ഇന്നുവരെ ആ വകുപ്പിൽ, ആ മന്ത്രി കസേരയിൽ ഇരുന്ന് പറയാത്ത സണ്ണി